ബിലീവ് സിസ്റ്റത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു സംഭവമാണ്. കൊറോണ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ഒരു കുട്ടിയുടെ ഒരു കേസിൽ ഒരു പനി അങ്ങനെ എന്തോ ഒരു അസുഖമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് വന്ന സമയത്ത് ഇവർക്ക് കൊടുക്കാൻ വിചാരിച്ച മരുന്ന് ഇവരുടെ കയ്യിലില്ല. കാരണം കൊറോണ ആയതുകൊണ്ട് തന്നെ ഇതിന് അവൈലബിലിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർ കൊടുക്കാനുള്ള മരുന്നില്ല. പക്ഷെ അവർ അവിടെ ഒരു എന്താ പറയുക ഒരു കാര്യം ചെയ്തു. അത് എന്നെ വളരെയേറെ ഇമ്പ്രസ് ആക്കിയ ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമിയോയുടെ ഗുളിക അറിയാലോ, ചെറിയ ചെറിയ ഗുളിക, അതിലെന്ത് ചെയ്തു, കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ബിസ്മിൻ ചൊല്ലി അതിലേക്ക് എന്തൊരു വെള്ളം ഒറ്റിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ഈ സാധനം ആ കുട്ടിക്ക് കൊടുത്തു വിട്ടു. ബാക്കിയുള്ള മരുന്നുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരൊറ്റ മരുന്ന് ഇല്ലാത്തതാണ്. അത് എന്ത് ചെയ്തു, വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ അത് കൊടുത്തു വിട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞത് വെച്ചാൽ അതിലൊരു വിശ്വാസത്തിൻ്റെ ഒരു കാര്യമാണ് അതിൽ കിടക്കുന്നത്. അവരത് കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ അസുഖം പെട്ടെന്ന് തന്നെ മാറി എന്നുള്ളതാണ്. പക്ഷേ ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോമിയോയിലുള്ള അവരുടെ വിശ്വാസം അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റിൽ ഇതിന് മുന്നേ അവർക്ക് മാറിയിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ്, ഇതൊക്കെ കൂടി ഇവരുടെ ഉള്ളിലൊരു ബിലീവ് സിസ്റ്റമുണ്ട്. ആ ബിലീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അസുഖം മാറുന്നത് എന്നുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ ഇതിന് മുന്നേയും ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ വിശ്വാസത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുമ്പോൾ, ബിലീവ് സിസ്റ്റത്തിൻ്റെ പവറിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒരു സംഭവമാണ്.